അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജീവിതം യഥാർത്ഥത്തിൽ വലിയ ഒരു നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വലിയ ഒരു അത്ഭുതമാണ്. ജീവിതത്തെക്കുറിച്ച് വലിയ ഉൾക്കാഴ്ച നമുക്ക് ആവശ്യമാണ്. ജീവിതത്തെക്കുറിച്ച് പല പ്രത്യയ ശാസ്ത്രങ്ങളും പല രൂപത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. ഒരു ജീവിതമോക്ഷം ലഭിക്കാൻ, ഈ ജീവിതത്തിലെ നിത്യജീവിതത്തിലെ സമാധാനം ലഭിക്കാനൊക്കെ കുറേ അധികം മാർഗങ്ങൾ തേടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സമാധാനത്തിൻ്റെ മാർഗമായി ഇസ്ലാമിനെ വിമർശിക്കുകയും അതിൽ ജീവിക്കുന്ന ആ ഒരു ജീവിതചര്യയെ അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യും. യഥാർത്ഥത്തിൽ ഒരു ഉൾക്കാഴ്ച ഒരു കാര്യത്തെക്കുറിച്ച് നൽകാൻ അതിൻ്റെ വേരോടുകൂടിയുള്ള അറിവ് ആവശ്യമാണ്. നമ്മൾ പറയാറുള്ളത് പോലെ അരികും മുക്കും അണച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തിന് മാത്രമേ, അള്ളാഹുവിന് മാത്രമേ നല്ല ഒരു ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയെ തരാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ച എന്നാൽ യഥാർത്ഥത്തിൽ ജീവൻ ഒരു ഗർഭസ്ഥ ശിശുവിൽ വന്ന് ഒരാൾ ജഡമായി മാറുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ ഉള്ള ശരീരത്തിലുള്ള എന്തോ ഒന്ന്, അതാണ് ജീവൻ. ഓരോരുത്തർക്കും ഓരോ റോള് ഈ ലോകത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ റോളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോവുക. ഈ ജീവിതത്തിൽ ഒരാൾ പിറന്നു വീഴുന്നത് ഒരിക്കലും ശരീരവുമായി മാത്രമല്ല, ഒരാത്മാവ് കൂടി കൂടെയുണ്ട്. യഥാർത്ഥത്തിൽ ഏതു വസ്തുവാണെങ്കിലും അതിനെ വിപരീതാർത്ഥത്തിൽ ഉപയോഗിച്ചാൽ, അഥവാ അതുപയോഗിക്കേണ്ട രീതിയിലല്ല ഉപയോഗിച്ചതെങ്കിൽ ആ സാധനം പെട്ടെന്ന് കേടുവന്നു പോകും, നാശമായി പോകും. എന്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും, ഏത് വാഹനമാണെങ്കിലും, അല്ലെങ്കിൽ വീട്ടിലുള്ള ചെറിയൊരു അടുക്കളയിലുള്ള ഉപകരണമാണെങ്കിലും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കാതെ, നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഉപയോഗിക്കപ്പെടുമ്പോൾ അത് ലൈഫ് ലോങ് ആയി നിലനിൽക്കുകയില്ല. അതുപോലെ തന്നെയാണ് ആത്മാവും. ഈ ആത്മപ്രധാനമായ ലോകവും അതേപോലെ ഈ ഭൗതിക നമ്മൾ പാർക്കുന്ന ലോകവും ജീവിക്കുന്ന ലോകവും രണ്ടും രണ്ടാണ്. നമ്മുടെ ശരീരം, നമ്മളൊരു യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ യാത്രയിൽ നമ്മുടെ ശാരീരികമായ സൗകര്യം ആണ് മാനസികമായ സൗകര്യത്തെക്കാൾ കൂടുതൽ നോക്കുക. യഥാർത്ഥത്തിൽ മാനസികമായ ഒരു സൗകര്യത്തെ നോക്കുന്നിടത്താണ് ഒരാൾ കംഫർട്ടാകുന്നത്. ഒരിക്കലും ശാരീരികമായോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ കാര്യത്തിലോ വീടിൻ്റെ കാര്യത്തിലോ ഒക്കെ കംഫർട്ടായ ആളുകൾ തന്നെ മാനസികമായി ഒരു സ്വസ്ഥത ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് കിട്ടിയ ആ വലിയ വലിയ അനുഗ്രഹങ്ങളെ ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ മനുഷ്യൻ നന്മ ചെയ്യുമ്പോൾ സ്വസ്ഥനാവുകയും തിന്മ ചെയ്യുമ്പോൾ അസ്വസ്ഥനാവുകയും ചെയ്യുന്നുണ്ട്. അതാരും കണക്കിലെടുക്കാറില്ല. യഥാർത്ഥത്തിൽ തിന്മകൾ ഒരു പെയിൻ കില്ലേഴ്സാണ്. ഈ തിന്മകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഇസ്ലാം അത് തടുക്കുന്നു. അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. എന്തിനാണ് ഇത്ര നിയന്ത്രണങ്ങൾ എന്നാലോചിക്കുന്നവരുണ്ട്. ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയില്ലായ്മയാണ്. കാരണം ജീവിതം എന്നത് സമാധാനത്തിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ഈ തിന്മ ചെയ്യുന്ന ആളുകൾ തന്നെ തിന്മ ചെയ്യുന്നത് എന്തിനാ? അവർക്ക് സമാധാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ, ആ ലക്ഷ്യത്തിനു വേണ്ടി. ലഹരി ഉപയോഗിക്കുന്നവനാണെങ്കിലും വ്യഭിചാരിയാണെങ്കിലും പലിശക്കെടുക്കുന്നവനാണെങ്കിലും
കളവ് പറയുന്നവനാണെങ്കിലും അവനൊക്കെ എന്തെങ്കിലും പ്രശ്നം തീരാൻ വേണ്ടി തിന്മ ചെയ്തിട്ടാണെങ്കിലും അത് നേടിയെടുക്കുക, എന്നിട്ട് സമാധാനത്തോടു കൂടി ഇരിക്കുക എന്നാണ് ചിന്തിക്കുന്നത്. ഈ പെയിൻ കില്ലർ കഴിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള തിന്മകളിലേക്ക് പോകുന്ന ആൾ തിന്മ ചെയ്യുമ്പോൾ വളരെ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ തിന്മയുടെ നീറ്റൽ, ആ തിന്മയുടെ മനസ്സാക്ഷിക്കുത്ത്, ആ തിന്മ മനസ്സിന് വരുത്തിയ ഇരുട്ട് അസ്വസ്ഥമായി അവർ അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജീവിതത്തിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയുള്ള ഒരാൾ തൻ്റെ ആത്മാവിനെ പ്രകാശപൂരിതമാക്കാൻ സാമൂഹിക സേവനമായാലും മാതാപിതാക്കളെ സേവിക്കുന്നതായാലും കൂട്ടുകാർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നതായാലും അതൊക്കെ ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ തന്നെ നന്ദി പറയേണ്ടതില്ല, അതേപോലെ അവനവൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെയുള്ള തത്വത്തിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ മിക്കവാറും സ്വന്തത്തിന് ഉപദ്രവമുള്ളതോ മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ളതോ ആയ കാര്യങ്ങൾ കുത്തി നിറച്ച് ആ കാര്യങ്ങളാണ് പരിഹാരങ്ങളായി പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ളൊരു പരിഹാരത്തിന് മറ്റുള്ളവരെ നോവിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുകയോ ചെയ്തിട്ട് ഒരു പരിഹാരമില്ല തന്നെ. ഒരാളുടെ ആത്മാവ്, ആ ആത്മാവിനെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, അയാളുടെ കഴിവ് അംഗീകരിക്കാനൊക്കെ നല്ല മനസ്സാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ അയാൾ നന്മ ചെയ്തേ തീരൂ, തിന്മയിൽ നിന്ന് വിട്ടുനിന്നേ തീരൂ. ഒരാൾ തിന്മയിൽ നിൽക്കുന്തോറും അയാൾക്ക് ആ തിന്മ കൊണ്ടുള്ള അസ്വസ്ഥതകൾ വളരെ വലുതായിരിക്കും. അയാൾ തീയിൽ ചവിട്ടി നിൽക്കുന്നവനെ പോലെ ആയിരിക്കും. ഇപ്പോൾ പുതുതായി വന്ന പ്രത്യയശാസ്ത്രങ്ങൾ സ്വന്തം സ്വാതന്ത്ര്യത്തെയും ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും സ്വന്തം പ്രവർത്തിക്കാനുള്ള ആർജവമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന വാദത്തെയും കൊണ്ടുവന്ന് ആ വാദത്തെ കൊണ്ടുവന്ന് അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സമയത്ത് അത് ചെയ്യുന്നവരൊക്കെ വലിയ ആത്മീയ പ്രതിസന്ധിയിലാണ് പെടുന്നത്. യഥാർത്ഥത്തിൽ ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തുക, ഒരു ക്ലീനായ സ്ഥലത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ ഇരുത്തത്തിനെന്ത് ഭംഗിയായിരിക്കും, സൗന്ദര്യമായിരിക്കും, സൗകര്യമായിരിക്കും, സൗരഭ്യമായിരിക്കും. എന്നാൽ വളരെ വൃത്തികെട്ട നീചമായ ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ, ദുർഗന്ധം വമിക്കുന്ന വളരെ അധികം മാലിന്യങ്ങളുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ആരെയെങ്കിലും കാത്തു നിൽക്കുകയാണെങ്കിൽ എത്രമാത്രം പ്രയാസപ്പെടേണ്ടി വരും. ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയില്ലാത്തവർ തിന്മകൾ ചെയ്ത് നമ്മുടെ മനസ്സിനെ മലിനമാക്കുകയും ആ മാലിന്യത്തിൽ വിഹരിക്കുകയും ആ മാലിന്യത്തെ മറച്ചുവെക്കാൻ വീണ്ടും വീണ്ടും തിന്മകൾ ആവർത്തിച്ച് പടിയായി ചെയ്യുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവർ അസ്വസ്ഥതയുടെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ നന്മയെ സ്വീകരിക്കുന്ന ആളുകൾ ഒന്ന് പുഞ്ചിരിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരോട് നല്ല വാക്ക് പറയാൻ, അതേപോലെ നന്മയുടെ സംരംഭങ്ങളിൽ സഹകരിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകൾ അവർ വലിയ സന്തോഷത്തിലായിരിക്കും. പക്ഷേ ആ സന്തോഷം ലഭിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിനെക്കുറിച്ച് ഉൾക്കാഴ്ച വേണം. ഇവിടെ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നു എന്നറിയാൻ, കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ആരുപയോഗിക്കുന്നു എന്നറിയാൻ, കിട്ടിയ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കാതിരിക്കാൻ ഉള്ള വലിയ പരീക്ഷണത്തിലാണ് ഈ ലോകം ഉള്ളത്. ഒന്ന്, ഈ ലോകം നശ്വരമാണ്, അഥവാ നശിച്ചു പോകുന്നതാണ്. ഈ നശിക്കുന്ന വളരെ നൈമിഷികമായ ഈ ലോകത്തെ അങ്ങേയറ്റം പ്രണയിച്ച് സ്നേഹിച്ച്
ഇതിലുള്ളതൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് യഥാർത്ഥ ആസ്വാദനമല്ല കിട്ടുന്നത്. രണ്ടാമത്തത്, ഈ ലോകം ഒരു പരീക്ഷണമാണ്. ഓരോ കാര്യത്തിലും നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഏത് സമയത്തും ഏത് കാര്യത്തോടും ഒരു തൃപ്തികരമായ നിലപാടിലേക്ക് വന്നു ചേർന്ന് അള്ളാഹുവിന് തൃപ്തിയുള്ള, അതേപോലെ നല്ല തത്വങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഇസ്ലാമിൻ്റെ പരിഹാരങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. എത്ര വിമർശിച്ചാലും തിന്മ ചെയ്യുന്നവൻ അതിൻ്റെ ദുരന്തം അനുഭവിക്കും. എന്താ തിന്മ ചെയ്താൽ, എന്താ അങ്ങനെ ചെയ്താൽ, എന്താ ഇങ്ങനെ ചെയ്താൽ, ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. നമ്മുടെ മനസ്സിനത് ക്ഷതമേൽപ്പിക്കും എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.